ദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ തരുമ്പോഴേ അതെല്ലാം കൺവേർഷനിലേക്ക് മാറ്റണം. അതെല്ലാം ക്ലേശങ്ങളെല്ലാം സ്നേഹമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് ആധ്യാത്മികമായ ഒരു മെറ്റാബോളിസ പ്രക്രിയ അവിടെ നടക്കുന്നത്. ഒരു പചന വ്യവസ്ഥയാണ് നമുക്ക്. ആ പചന വ്യവസ്ഥയിൽ കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പക്ഷേ ക്ലേശമായിട്ടാണ് നമുക്കതിനെ കിട്ടണത്. നമ്മളതിനെ പാചകം ചെയ്താണ് ക്ലേശങ്ങളെ നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം മുതലായ ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ചേർത്തുകൊണ്ട് ഈ ക്ലേശങ്ങളെ നമ്മൾ ദൈവസ്നേഹത്താൽ പാചകം ചെയ്യും. പാചകം ചെയ്തിട്ടാണ് ഇതിനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു ജീവിത രീതിയാണ്, ജീവിത ധർമ്മമാണ്, അതുപോലെ ജീവിത ശൈലിയാണ്. ഇതാ അല്ല ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും എഴുതിയിട്ട് കെട്ടിത്താത്തിയിട്ട് പോകണമല്ല കേസ് കെട്ട്. അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ പ്രക്രിയകൾ, അതിൻ്റെ ഭാഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഉടമ്പടിയുടെ പ്രക്രിയയുണ്ട്, അതിൻ്റെ ജീവിത രീതികളുണ്ട്, അതിൻ്റെ ഒരു ഭാഷ്യമാണ്. എന്ന് വെച്ചാൽ ഇൻ കേസ് നിങ്ങൾ അതിനാൽ ദൈവത്തിൻ്റെ സ്വന്തം പൈതലായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ദൈവത്തിൻ്റെ സ്വന്തം പൈതലായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്താ കാര്യം? നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ്, അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. കർത്താവിൻ്റെ സ്നേഹിതനാണെങ്കിൽ, കർത്താവിൻ്റെ സ്വന്തമാണെങ്കിൽ, അത് നീയാണെങ്കിൽ എനിക്കും കടലിൻ്റെ മീതെ നടക്കാനുള്ള അവകാശമുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഡോക്ടർ കെസ്യയോട് പറഞ്ഞു, ഈ കുട്ടി നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു. അതാണ്. പക്ഷേ പിറ്റേ ദിവസം ദിവ്യകാരുണ്യനാഥനെ നിത്യാരാധനയിൽ കെസ്യ കാണുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിൻ്റെ സങ്കടം അവളുടെ മനസ്സിലുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ദിവ്യകാരുണ്യനാഥനെ കാണുമ്പോൾ കെസ്യ പറയും, ഞാൻ ഉടമ്പടിയുടെ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കും. ആ ഒരു ഡയലോഗിൻ്റെ പോക്ക്, കമ്മ്യൂണിക്കേഷൻ്റെ പോക്ക് കണ്ട, ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ കണ്ട. ഈശോനെ ദിവ്യകാരുണ്യനാഥനെ കണ്ടപ്പോൾ കെസ്യ ചോദിക്കണത് എന്താണ്? ഞാൻ അമ്മയെടുത്ത് ഉടമ്പടി എടുത്തായിരുന്നു, ആ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്താ കാര്യം? പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല, അവളുടെ കുഞ്ഞിന് മാറ്റമൊന്നുമില്ല. അപ്പം അമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറയണത്. എന്നിട്ട് പിന്നീട് ഇവിടെ കണ്ണു നിറഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിക്കും, ഈശോ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ? എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കണേ, ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഉടമ്പടി എടുത്തിരിക്കണേ, എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓരോ പ്രാർത്ഥനയുടെ രീതി കണ്ട. പുറത്തിറങ്ങുമ്പോൾ ഒരു മഴവില്ലിങ്ങനെ ഇവിടെ മുമ്പിൽ നിന്ന് വീശിയിട്ടിങ്ങനെ ആകാശം മുഴുവൻ നിറഞ്ഞ് കിടക്കും. മഴവില്ലെന്താണ്? ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ബൈബിൾ സൂചനയാണ് മഴവില്ല്. എന്താണ്? ഞാനത് ഓർക്കുന്നുണ്ടെന്ന്. അപ്പം കൊച്ചു എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ഉടമ്പടി മഴവില്ലേ? മഴവില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. 9:16. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി
ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. Oh, praise the Lord. Hallelujah. Hallelujah. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീരും. നിങ്ങൾ ഈ സാക്ഷ്യങ്ങളെ വീട്ടിൽ പോയി കേൾക്കണം കേട്ടോ. കെസിയ കണ്ണമാലി, അതായത് ഇവൾ പറയുന്ന രീതികൾ എന്താണ്? അവസാനം ചോദിക്കുന്നതാണ് എന്താണ്? എത്രയോ മനുഷ്യർ ഉടമ്പടി എടുക്കുന്നതാണ്. കെസിയയുടെ ഉടമ്പടി നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, അതും ദിവ്യക്കാരുടെ നാഥനോട് ചോദിക്കണമെങ്കിൽ എന്തുമാത്രം സ്നേഹം ഉണ്ടാകണം, ഈശോയോട് എന്ത് ബന്ധമുണ്ടാകണം. അങ്ങനെ ആ ബന്ധത്തിൽ ചോദിക്കുമ്പോഴാണ്, പുറത്തോട്ടിറങ്ങുമ്പോഴാണ് മഴവില്ല് ഒരറ്റം തൊട്ട് മേഘത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. മഴവില്ല് എന്താ പറയുന്നത്? എന്താണ്? ബൈബിളിൽ ഉടമ്പടി സ്ഥാപിക്കുന്നതിൻ്റെതാണ്, ഉടമ്പടി ഓർക്കുന്നതിൻ്റെതാണ്. ആ ഓർക്കുന്ന ചോദ്യത്തിന് ദൈവം ആ വാക്കിൽ തന്നെ ഉൽപ്പത്തി 10:9-16 അനുസരിച്ച് കൊണ്ട് ഈ മഴവില്ലും മേഘങ്ങളിൽ കാണുമ്പോൾ നീ മനസ്സിലാക്കണം, ഞാൻ നിനക്കും എനിക്കും തമ്മിൽ സ്ഥാപിച്ച ഉടമ്പടി ഞാൻ ഓർക്കുമെന്ന്. ആ ഓർമ്മയെന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേറ്റ് നടക്കണതാണ്. ഇത് കഥ മാത്രമല്ലല്ലോ, കൊച്ചെഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ. അത് നിൽക്കത്തില്ലെന്ന് പറഞ്ഞ കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അന്ന് മുതൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ നിറയുമ്പോൾ എന്നോട് സ്വരമായി തീരും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ നിറയുമ്പോൾ എന്നോട് സ്വരമായി തീരും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ആമേൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരു ആമേൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരു ആമേൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരു അമ്മേ, എൻ്റെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. Praise the Lord. Praise the Lord. അപ്പോൾ ഈ ഒരു വൈബിലേക്കാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ എത്തേണ്ടത്. കെസിയായുടെ ദൈവസ്നേഹത്തിലാണ് വിഷയം വന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, കൃപാസ്നേഹത്തിൻ്റെ വാതിക്കലെത്തുമ്പോൾ നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ തറവാട്ട് മഹിമ, നിങ്ങളുടെ സ്റ്റാറ്റസ് തൽക്കാലത്ത് നിങ്ങൾ വിസ്മരിക്കണം. വിസ്മരിക്കണം എന്ന് പറയാൻ കാരണം, ഇത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് ഇതുപോലെ ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ കമ്മ്യൂണിക്കബിൾ ആകുന്നതിന് കുറേ തടസ്സങ്ങൾ വരും. ഉടമ്പടി എപ്പോഴും അങ്ങനെ വരണം. അതുകൊണ്ടാണ് അവിടെ അവരുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം, ഇപ്പം മാതാവിനെക്കുറിച്ച് ഇപ്പോൾ 1:49 പറഞ്ഞില്ലേ, വിനീത അവസ്ഥ തൃക്കൺ പാർത്തു എന്ന് പറയാൻ കാരണം, നമ്മളുടെ സ്റ്റാറ്റസ് ചില സമയത്ത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ
പിന്നെ റിലേഷൻസ്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് കെസിയെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന വിശ്വാസത്തെക്കാൾ ഉപരി പ്രാർത്ഥനയുടെ ഇന്ധനം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമെന്ന് പറയുമ്പോൾ അതിൽ എന്തും പറയാനും എന്തും ചോദിക്കാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ചേരുവകയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പത്രോസ് എന്തും ചെയ്ത് കളയണത്. അങ്ങാണെങ്കിൽ പിന്നെ എന്താ, ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് പറയും. അത്രയും സ്വാതന്ത്ര്യം യോഹന്നാന് ഇല്ല. അത്രയും സ്വാതന്ത്ര്യം ആ വള്ളത്തിലുള്ള ആർക്കും ഇല്ല. ദൈവത്തിൻ്റെ അടുത്ത് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കാണിക്കുന്നത് അത്രയും വലിയ സ്നേഹത്തിൻ്റെ തോതിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സെന്റ് പീറ്ററിനെ പോലെ, വിശുദ്ധ പത്രോസിനെ പോലെ ദൈവസ്നേഹത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷ രൂപമായി എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അതായത് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ നമ്മൾ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സാക്ഷ്യം കേൾക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 25 സാക്ഷ്യം അപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് 10 സാക്ഷ്യം, കളക്റ്റീവായിട്ട് 15 സാക്ഷ്യം, അങ്ങനെയാണ് 25 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യാണ്. ഓരോ സാക്ഷ്യവും ഓരോ ബൈബിളാണ്. ബൈബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിള് ബൈബിൾ അരിയാണെങ്കിൽ ബൈബിൾ ജീവിച്ച് അനുഭവത്തിലേക്ക് സാക്ഷ്യം മാറുമ്പോൾ ചോറായിട്ട് മാറും. എന്നുവെച്ചാൽ മറ്റുള്ളവർക്കും കൂടി അത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. സാക്ഷ്യത്തിൻ്റെ ഗുണവതാണ്. സാക്ഷ്യം ചോറാണ്. ബൈബിൾ അരിയാണ്, സാക്ഷ്യം ചോറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ബൈബിൾ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്, അപ്ലൈഡ് ചെയ്തിരിക്കുന്നതാണ്. ആ ബൈബിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ ആ വ്യക്തി അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസം, ആ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സ്നേഹം, അപ്ലൈ ചെയ്യുന്ന വ്യക്തി പ്രത്യാശ, അതിനകത്ത് അവരുടെ ലെവലിലെ പ്രത്യാശ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഇതിലാണ് ഈ പാചകം ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കൊരു സാക്ഷ്യാനുഭവം ദൈവത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവത്തെ അനുഭവിക്കാനെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. ഉടമ്പടി നമ്മൾ അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. അത് ഭയങ്കര തീക്ഷ്ണമായിരിക്കും. എന്താ കാര്യം വെച്ചാൽ വേണേ ഒരു പായൊക്കെ എടുത്തുകൊണ്ട് വെറുതെ യോഗ ഇരിക്കണ പോലെ ഇരുന്ന് നമുക്ക് ഏതെങ്കിലും വചനമൊക്കെ ധ്യാനിച്ചും അത് പിന്നെയും പറഞ്ഞും ഒക്കെ ഒരു ബൗദ്ധികമായിട്ടുള്ള ആശയപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നവർ, കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ന് സഭ, ഈ പ്രബുദ്ധ സഭയുടെ ഒരു കുഴപ്പം, ഇത് മിക്കവാറും ക്ലാസ് റൂമിൽ കെട്ടിക്കിടക്കുന്ന ദുഷിച്ച വെള്ളം പോലെയാണ്. അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ ലോകത്തിന് അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ യേശുവിനെ അറിയിക്കുക, ലോകത്തിൽ യേശുവിനെ കൈമാറുക, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുക. ചിലപ്പോൾ 5-6 പേരുടെ മുമ്പിലൊക്കെ സാക്ഷിയായിട്ട് ജീവിക്കാം. അങ്ങനെയല്ല. ഉടമ്പടിയിലൊരു സാക്ഷ്യം പറയുമ്പോൾ അതൊരു 50,000 പേര് കണ്ടാൽ നീ 50,000 പേരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷിയാണ്. 50,000 പേര്. അപ്പം നിങ്ങളെന്താ പറയേണ്ടത്? കർത്താവേ, ഈ വർഷം 2024 ഒരു 10 ലക്ഷം പേരുടെ മുമ്പിൽ
നീ എന്നെ സാക്ഷിയാക്കണമേ. നീ ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം പേരുടെ മുമ്പിൽ 2024 എന്നെ സാക്ഷിയാക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവേ, 10 ലക്ഷം ഈ വർഷം 10 ലക്ഷം പേരുടെ മുമ്പില് നിന്റെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷിയാകാനുള്ള അനുഭവങ്ങളിലൂടെ എന്നെ നടത്തണമേ. ശ്രദ്ധിക്കട്ടെ. സാക്ഷികളായി കരങ്ങളടിച്ചുകൊണ്ട് പാടാം. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നേരത്തെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഒരു മോളയുടെ മാതാവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൾ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ അവരുടെ പുറമ്പോക്ക് ഭൂമി നിയമവിരുദ്ധമായി വിധേയമായി. അത് 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ മാതാവ് എന്താ പറഞ്ഞത്? ഞാനൊക്കെ കൊടുത്ത് ലോൺ എടുത്തിട്ട് കടങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു. കടങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ്? കവനൻ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഉടമ്പടിയും അതായത് വിനിമയവും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞ് 15 രൂപ അടച്ച്. അപ്പോൾ പറഞ്ഞാൽ എന്താണ്? നീ പോയി തിരിച്ച് വാങ്ങിക്കുക പട്ടയം മേടിക്കാൻ വേണ്ടി മാതാവ് പറഞ്ഞ പോലെ ഓടി. അവളുടെ പേര് ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് പുഷ്പ, കാസർഗോഡ്. ഈ ആഴ്ചത്തെ സാക്ഷിയാണ്. അപ്പോഴേ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ, അവളവിടെ ചെന്നപ്പോഴാണ് മാനേജറിനോട് പട്ടയം ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞ് പട്ടയം തരാം, പൈസ എല്ലാം അവരെടുത്ത പൈസ മൊത്തം അടക്കുക. അപ്പോഴാണ് ഇവിടെ ചമ്മിപ്പോയത്. മാതാവേ എന്നെ ചമ്മിച്ചാന്ന് ചോദിച്ചു. അതാ കമ്മ്യൂണിക്കേഷൻ. ഉടനെ അവിടെ ഇരുന്ന് ചോദിക്കും, മാതാവേ എന്നെ ചമ്മിച്ച, നീ പറഞ്ഞു കേട്ടല്ലോ ഞാൻ വന്നത്. അപ്പോൾ അവൾ തിരിച്ചടക്കുമ്പോൾ മാനേജർ തിരിച്ച് വിളിച്ചിട്ട് മാതാവ് പറഞ്ഞ പോലെ പട്ടയം എടുത്ത് കൈ കൊടുക്കും. ഈ സാക്ഷ്യം ഇങ്ങനെ ഇത് പൊക്കുന്ന രസമാണിതിൽ. നിങ്ങൾ ഇന്ന് ഇടുന്നുണ്ടോ? അത് നോക്കിയേക്കണേ. അതായത് എന്ത് സംഭവിച്ചാൽ, നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ പട്ടയം മേടിച്ച് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ നിങ്ങളെപ്പോൾ ഇരുന്ന് ഉടമ്പടി കൂടുമ്പോൾ ആരാധന സമയത്ത് അച്ഛനൊരു ദർശനം, ഞാനൊരു ദർശനം പറയും. എന്താ പറയണത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല തൊലിക്കട്ടി ആയതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയണത്. കർത്താവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ ആ സമയത്ത് അത് പറയണ സമയത്ത് ചെയ്തിരിക്കും. പിന്നെ വന്നത് പോലെ ഞാൻ തെറ്റൊന്നും ചെയ്യത്തില്ലല്ലോ. അപ്പം മാതാവ് അല്ലെങ്കിൽ ഈശോ തോന്നിക്കണല്ലേ ചെയ്യണത്. അല്ലെങ്കിൽ മറ്റുള്ള അച്ഛന്മാരെന്നെ കളിയാക്കുക, മറ്റുള്ളവരെന്നെ ട്രോളുക, അത് ഞാൻ നോക്കത്തില്ല. ഞാൻ എന്താ പറഞ്ഞത്? അതായത് 12655 ഫോൺ നമ്പറുള്ളവർ സൂക്ഷിക്കുക. ഇത് വല്ലൊരു ആൾക്കാരെ കിട്ടിയ അവരും പറയത്തില്ല, ചുമ്മാ തോന്നിയായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഡിസൈൻമെൻറ്റിൽ അത് കർത്താവിൻ്റെ മെസ്സേജാണെന്ന് തോന്നി. 12655. അപ്പോഴേ ഇതിൻ്റെ തിരുന്ന് ഈ നമ്മൾ പറഞ്ഞ പുഷ്പ ഇതിൻ്റെ തിരുപ്പുണ്ടായിരുന്നു. പുഷ്പ പറയും, ഇത് എൻ്റെ ഫോൺ നമ്പറാണല്ലോ. അതാ വിഷയം. കമ്മ്യൂണിക്കേഷൻ ഫോൺ കണ്ടില്ല, കവനൻ്റെ കമ്മ്യൂണിക്കേഷൻ. ഈ 126 എൻ്റെ നമ്പർ അവസാനിക്കണത്. എൻ്റെ ചേട്ടൻ്റെ നമ്പർ അവസാനിക്കുന്നത് 55. അപ്പോൾ ഇവിടെ ഇന്ന് ഭർത്താവിനോട് പറയും, ഇന്ന് കർത്താവ് കൃപാസനത്തിൽ വെച്ച് നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ 126 എൻ്റെ നമ്പരാണ്, 55 ചേട്ടായിയുടെ നമ്പരാണ്. അപ്പോൾ ഉടനെ ഷൈജു വന്നപ്പോൾ ഹസ്ബൻഡ് ചോദിക്കും, നമുക്ക് ലോട്ടറി അടിക്കും അല്ലേ? അതെനിക്കറിയാൻ പറഞ്ഞു പറയും. കാര്യം വേറെ മാർഗമൊന്നുമില്ല. പെര വെക്കാൻ വേണ്ടി വീട് വെക്കാൻ വേണ്ടിയാണേ. വീട് വെക്കാനുള്ള കാരണം എന്താണെന്നറിയാമല്ലോ?
വീട് വെക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവള് അടുക്കളയിൽ ഇരിക്കുമ്പോൾ മാതാവ് പറയും, ഇവിടെ ഇരുന്ന് കടുക് പൊട്ടിക്കല്ലേ, ഇപ്പം കടുക് പൊട്ടിച്ചോണ്ടിരിക്കുക, പറയിട്ടുകൊണ്ടിരിക്കുകയും, നീ അങ്ങോട്ട് ചെന്നേ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലേ. ഉടനെ ഇവിടെ ചെല്ലുമ്പോൾ കർത്താവ് കിഴക്കോട്ട് നോക്കി ഇരിക്കുന്നു, ബാക്കിൽ പാമ്പിരിക്കണം. അവൾ ന്യൂട്രായിട്ട് ചേട്ടനെ വിളിച്ച് എഴുന്നേപ്പിച്ച് മാറ്റി ഓടുന്നു, മാറ്റിയിട്ട് പാമ്പിനൊക്കെ തലിക്കൊന്നു കളയും. പിന്നെ വേറെ ഒരു ദിവസം നോക്കുമ്പോൾ പാമ്പ് വീടിൻ്റെ മുകളിൽ കുത്തിയിരിക്കണം, വലിയ പാമ്പ്. അപ്പോൾ ഇവർക്ക് കരച്ചിലാവും, കർത്താവ് ഈ പുറമ്പോക്കിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും. അടച്ചുറപ്പുള്ള വീടില്ലാത്തത് കൊണ്ടല്ലേ ഈശോ ഇങ്ങനെ വന്നു പോണത്. അപ്പോൾ വീടില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ട്. പാമ്പ് പല പ്രാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാമ്പ് വരുമ്പോഴൊക്കെ ഇവൾ ഈശോയോടാണ് പറയണത്, വേറെ ആരോടും പറയത്തില്ല, വേറെ ആരും പറയാനില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ പാമ്പൊക്കെ കയറി ഇനി എന്ത് ചെയ്യാനാണ്, എവിടെയെങ്കിലും പോയി താമസിക്കണ്ടേ, ഇവിടെ എങ്ങനെ ജീവിച്ച കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവളുടെ സങ്കടക്കാരെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പുഷ്പയുടെ പ്രോബ്ലം വെച്ചാൽ 2-3 കുഞ്ഞുങ്ങളാ മറ്റോ ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് അടുത്ത് ഉടത്തിക്കിട്ട് പാവം ഒരു രാത്രി മൊത്തം ആ കുഞ്ഞുങ്ങളുടെ ഇവിടെ ട്യൂബ് ലൈറ്റ് വിട്ടിരിക്കുക അവിടെ. എന്താ കാര്യം? പാമ്പ് വരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ. പാമ്പ് സമയത്ത് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ പറയും, എത്ര ഉറക്കവിൻ്റെ പോയിട്ടുണ്ടെന്ന് അറിയാമോ ഈ കുഞ്ഞുങ്ങളെ വളർത്തി. പക്ഷെ എവിടെ പോകാനാണ്, ആര് കാശ് തരാനാണ്, എങ്ങനെ ജീവിക്കും? അങ്ങനെയാണ് വന്ന് ഉടമ്പടി എടുത്തിട്ട് വീടിൻ്റെ കാര്യമൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോഴാണ് പാമ്പിൻ്റെ വിഷയം വീണ്ടും രൂക്ഷമാകണം. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെ ജീവിക്കും, എവിടെ പോകും, എങ്ങനെ വീട് വെക്കുമ്പോഴാണ് ഇന്ന് ചിന്തിക്കുമ്പോൾ മാതാവ് പറഞ്ഞത്, പട്ടയം റെഡി ആയിട്ടുണ്ട്, പോയി മേടിച്ചുകൊണ്ട് പോരാൻ പറയും. പട്ടയം മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. പക്ഷേ വീട് വെക്കാൻ പട്ടയം കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ പട്ടയം പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ 126-55 ഈ നമ്പർ ഉള്ളവർ സൂക്ഷിക്കാൻ പറയും. കർത്താവ് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറയും. അത് നോക്കുമ്പോൾ അവളുടെ നമ്പറാണ് 126, ചേട്ടൻ്റെ നമ്പർ 55 അവസാനിക്കുന്നത്. വീട്ടിൽ ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് നമ്മളെക്കുറിച്ച് കൃപാസനത്തിൽ അമ്മ സംസാരിച്ചായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്താണ് നമുക്ക് ലോട്ടറി അടിക്കുവാടി, അതറിയാൻ പാടില്ല, ഈ നമ്പറില്ല നമ്പറാണ്. ഇങ്ങനെ ഇവർ ഭർത്താവും ഭാര്യയും കൂടി എങ്ങനെ ജീവിക്കും, ഇതെന്താണ് എൻ്റെ അർത്ഥം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഫോൺ നമ്പർ 126 റിങ് ചെയ്യും. റിങ് ചെയ്തപ്പോൾ ഉടനെ അവിടുന്ന് പരിചയമുള്ള ആൾ വിളിക്കും. ഒരു 2 കിലോമീറ്റർ അകലെയുള്ളവർ, നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഉടനെ എൻ്റെ അടുത്ത് വരാൻ പറയും. അപ്പോൾ അവർ വിളിക്കുക, അവർ പള്ളിയിൽ എന്തോ കാര്യമൊക്കെ ചെയ്യുന്നത് നടക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സെൻറ്റ് ഓഫിന് എന്തോ ചെയ്യാനാണ് വിചാരിച്ചാൽ ഇവർ ഓട്ടോറിക്ഷയിൽ ഭർത്താവും ഭാര്യയും കൂടി അവിടെ ചെല്ലുമ്പോൾ ഉടനെ ആ വീട്ടുകാരൻ ഒരു 5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കും. കൊടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങുകയാണ്. എൻ്റെ മകൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്, അവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കാശ് തിരിച്ചു തന്നാൽ മതി, അത്രയും നിങ്ങൾക്ക് മറിക്കാൻ പറ്റും, വീടിൻ്റെ പണി തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റോറി പണം പോക്കുണ്ടല്ലേ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞ് ഇടപെടുന്ന രീതിയിലേക്ക് പോകുന്ന ഉടമ്പടി. ഇത്രയും ഉടമ്പടിയിലുള്ള അതായത് ഈ ഉടമ്പടി നിൽക്കുന്നവർ ഇത്രയും വലിയ വിശ്വാസത്തിൻ്റെ കൊയ്യുമ്പോഴാണ് മറ്റുള്ളവരും ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു, അല്ലെങ്കിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ പതിമുക്കാനും ചെയ്യത്തില്ല. പിന്നെ റിസൾട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നതിന് മുമ്പ് ദൈവമായിട്ട് വലിയ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കാകാൻ നോക്കണം. കാര്യം ഉള്ളതുപോലെ പറയണതാണ് ഇവരെല്ലാവരും. ഇപ്പം നോക്കുമ്പോൾ കെസിയായാലും ശരി, അതുപോലെ തന്നെ ഈ പുഷ്പയാലും ശരി, അവളുടെ അവസ്ഥകൾ അവൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും അവർ ഉടമ്പടിയിലൂടെ ആർജിച്ചിരിക്കുകയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. അതായത് ഇതൊരു റിലേഷനാണല്ല, ബയലാറ്ററായിട്ടുള്ള ഒരു ഉഭയകക്ഷി, 2 കക്ഷികൾ തമ്മിലുള്ള ഒരു റിലേഷനല്ലേ. അപ്പോൾ ദൈവം ആ റിലേഷനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഉടമ്പടിയെ മാനിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അവരിപ്പോൾ പുതിയ വീട് വെച്ച് താമസിക്കുകയാണ്. കസ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇനി വീട് വെക്കാമെന്ന വേറെ രസമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പുഷ്പ പറയവേ, കർത്താവേ എനിക്കറിയാം നീയാണ് എനിക്ക് വീട് തന്നതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. നീയാണെന്നുള്ളത് എനിക്കൊരു അടയാളം തരാൻ പറയും. ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയല്ല. നമ്മുടെ വിഷയം എന്താണ്? കവനൻ്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്നൊരു കർത്താവിന് പറയും, നീയാണ് ഇപ്പോഴേ ഈ 5 ലക്ഷം രൂപ അങ്ങനെ കൊണ്ട് തടിയിച്ചതെന്ന് എനിക്കറിയാം, അതിനെനിക്കൊരു അടയാളം തരാൻ പറയും.
നീയാണോ ഉള്ളതെന്ന്. ഉടനെ ഒരു വീട് പണിയാനുള്ള ആൾക്കാരെ വിളിച്ചോണ്ട് വരുമ്പോൾ വീട് പണിയാൻ തുടങ്ങുമ്പോൾ അവരിങ്ങനെ മരപ്പണി തുടങ്ങാൻ നേരത്തെ സാധനം ചീട് തെറിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ആ വർക്ക് ചെയ്യാൻ വേണ്ട സമയത്ത് വരുമ്പോൾ ഈ പണിക്കൻ പറയും, ഒരു നിമിഷം ഞാനൊരു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ചെയ്യാൻ ആണ് ആഗ്രഹിക്കുന്നത്, ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിട്ടെന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ പഠിക്കാൻ ക്രിസ്ത്യാനി അല്ല. അതാണ് വിഷയം. വിളിച്ച ആളാർ ഈ വിശ്വാസപ്രമാണം ചൊല്ലട്ടെന്ന് ചോദിക്കുന്ന ആളാരാണ്? ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. അതൊരു അടയാളമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് നിന്നെക്കൊണ്ട് ഈ വീട് ചെയ്യിക്കണമെന്ന് അടയാളം ചോദിച്ചപ്പോൾ അടയാളം കൊടുക്കുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെയൊക്കെ ഒരു രീതി അതായത് ഇപ്പം ഈ ദൈവത്തെക്കുറിച്ചൊക്കെ ചില ആൾക്കാർ സംസാരിക്കണില്ലേ, ദൈവം ഇല്ല എന്നൊക്കെ പറയും. അവർ ശരിക്കും പറഞ്ഞാൽ അത് ബൈബിൾ വരെ പറയുന്ന വിഡ്ഢിയാന്മാരെന്നാ. എന്താ കാര്യം? അവർക്ക് പ്രാർത്ഥിച്ച അനുഭവമില്ലല്ലോ. അതായത് പ്രാർത്ഥിച്ചും ദൈവത്തോട് ഇടപെട്ടു അനുഭവമുള്ളവർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങളാണ് ഉള്ളത്. അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാണ്. അപ്പം അത് എന്ത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ജീവിതം ഉടമ്പടി വഴി ദൈവത്തിൻ്റെ കൂടെയുള്ള ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ജീവിതം, അത് ഒരു വിഷയത്തിൽ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തരുത്, വ്യക്തിയിലാണ് ഉറപ്പിച്ച് നിർത്തേണ്ടത്. പിടികിട്ടിയാ? നിങ്ങളത്തെ വിഷയം ഒരു ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശ യാത്ര, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം, അപ്പം അത് കഴിയുമ്പോൾ നിങ്ങൾ ഉഴപ്പും. പക്ഷെ അതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് വ്യക്തിയെയാണ് നിങ്ങൾ ഉറപ്പിച്ച് നിർത്തേണ്ടത്. കാര്യം ഞാനൊരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. അതൊരു ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് അല്ല, നിത്യത വരെ എത്തുന്ന ഒരു ബന്ധമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ നിത്യത വരെ എത്തുന്ന വലിയ സ്നേഹബന്ധമായ ഉടമ്പടി ജീവിക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്ന, ഉടമ്പടിയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന.